ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് ഭർത്താവിന് സംശയരോഗം എന്നല്ലേ? അതൊക്കെ പറ. ഇവിടുത്തെ ശീല ചേച്ചിക്ക് വേറൊരു പേരുണ്ട്, ഒളിഞ്ഞു നോക്കി ശീലാന്ന്. അവിടെ ഇവിടെ ഒളിച്ചും ഭാഗത്തൊക്കെ നിന്ന് ഓരോന്ന് കേട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് പീതാംബരചേട്ടൻ ഇവിടെ പണിക്ക് വിട്ടണത്. ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ തോന്നലല്ലേ? ആരായിട്ടാണ് ചേച്ചിയുടെ ഭർത്താവിന് ബന്ധമുള്ളതെന്ന് ചേച്ചിക്ക് അറിയാം? അതറിയില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന് സംശയമാണെന്ന് പറയണത്? എൻ്റെ ചേട്ടന് വിക്രം പീതാംബരന് പേരുണ്ട്. നുണ പറയുമ്പോൾ കൂടും. ചേട്ടൻ നിങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയാ? ഇല്ല, ഞാൻ പോയില്ല. വെറുതെ പറയല്ലേ? ഇല്ലടി, സത്യം ഞാൻ പോയിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ജോമി പറഞ്ഞല്ലോ കണ്ടുന്ന്. സത്യം പറ. ഞാൻ പോയി. ഞാൻ പിന്നെ ദിവസം കൊണ്ടുപോട്ടോ. അതങ്ങ് പറഞ്ഞാ പോരെ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ തക്കുടുവിനെ കുളിപ്പിച്ചതാ. ഒരാൾക്ക് ഒരാളുടെ കൊച്ചിനെ കുളിപ്പിക്കാനും പാടില്ല. ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകിട്ട് പോക്കൂടെ? പിന്നെ കഴുകാന്നേ. നാട്ടുകാരൊക്കെ കണ്ട എന്താ പറയാ? പിന്നെ നാട്ടുകാരിലേക്ക് തഴുകുന്നത്. ഞാൻ നിനക്ക് ആ പഴയ ഫോൺ മേടിച്ച് ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ചു കേട്ടോ. ആ കാശത്തിനുള്ള ആ തെണ്ടി ആ കാശ് തന്നുണ്ട്. അതാരാ? ആ ബാധിച്ചേട്ടല്ലേ? അയാൾ ഇടയ്ക്കിടയ്ക്ക് തന്നില്ലാന്നല്ലോ. ഒച്ചടിക്കാന്നല്ലോ കുറച്ച്. ക്ലാസ് ഇല്ലേ? അത് ഞായറാഴ്ച അല്ലേ, നാളെ കൊണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ മഴ പെയ്താൽ മാത്രം നനയാറുള്ള ഞങ്ങളുടെ തക്കുടു ഇതെന്തീ ചെയ്യണേ? ഇത് മോട്ടറുള്ള വണ്ടിയാണ്. കഴുകി ചീത്തയായി പോകുന്നത്. ഞാൻ കഴുകിയാനല്ലോ. ഇത് നീ കഴുകിയ ശരിയാവില്ല. പിന്നെ അങ്ങോട്ടത് ഒരു ദിവസമല്ല, പല ദിവസമായി. വെള്ളം കാണാത്ത ഞങ്ങളുടെ തക്കുടു എന്നും വെള്ളം കാണാൻ തുടങ്ങി. ഇതിലിപ്പോ എന്തെത്ര കാര്യം? ഒരാൾ അയാളുടെ വണ്ടി കഴുകി, അത്രയല്ലേ ഉള്ളൂ. അതങ്ങനെയല്ല. പിന്നെ ഈ മുടിയൊക്കെ നീരുന്ന് വൃത്തിയായിട്ട് അത് അടിയൊക്കെ ഒഴിച്ചൊന്ന് പൊക്കൂടെ? കൽപ്പണിയല്ലേ, വെയിലത്തല്ലേ പണി. ആരെ കാണിക്കാനാ? ഇതൊക്കെ മതി. പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇതെന്താ? ആൾക്കാര് ചോദിക്കണേ നിറച്ചല്ലാന്ന്. അപ്പൊ ഷേവ് എന്ന് വിചാരിച്ചു. പിന്നൊരു ദിവസം ഞാൻ നോക്കിയപ്പോ ജീവിതത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എന്റെ ചേട്ടൻ സിനിമാ പാട്ട് പാടാൻ തുടങ്ങി. അതെ, ഇതെന്തെങ്ങനെ? ചേട്ടൻ പണിക്ക് പോയില്ലേ? മടക്കി വെച്ച പോലെ തന്നെ ഇരിക്കണ്ടല്ലോ. ഇന്ന് മാർക്കായിരുന്നു. എനിക്കവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നോക്കിക്കളായിരുന്നു. അതെ, 3-4 ദിവസമായിട്ട് ചേട്ടൻ പണിക്കൊണ്ട് പോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, മൈത്രേയൻ ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയും അതിൻ്റെ മുന്നത്തെ വ്യാഴാഴ്ച ഒന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞല്ലോ. ഈ മൈത്രേട്ടല്ലേ മരപ്പണിക്കാരനാ, ഞാൻ കൽപ്പണിക്കാരനാ. ഈ മരപ്പണിക്ക് അവിടുത്തെ ഫുൾ വർക്കല്ല അവർക്കൂടെ പോരാൻ പറ്റുള്ളൂ. കോൺട്രാക്ട് ബാധിച്ചേട്ടനെ 3 സൈഡിൽ പണിയെടുപ്പുണ്ട്. ആലുവയിൽ, കറുകുറ്റിയിൽ, മാമ്പറയിൽ. ഞാൻ മിക്കവാറും പല പല സ്ഥലത്തായിരിക്കും. മനസ്സിലായ? നീ എപ്പോഴും മൈത്രേട്ടനെ കണ്ടത്? മൈത്രേയൻ ചേട്ടൻ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് തയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചതാ. പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പമുണ്ടായില്ല. ആകെക്കൂടെ കൊച്ചു ഫോൺ എടുക്കും, അതിനകത്ത് ഗെയിം കളിക്കും. എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല. എന്റെ ഫോൺ ഇതേ ഇതാണ്. ഇതിലാകെ എനിക്ക് ഞെക്കി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. നീ ആലോചിച്ചിട്ട് ഫോൺ ആലോചിച്ചിട്ടേ കൊച്ചു എന്ത് കൊച്ച് കൊച്ച് എന്ത് കാണാനായിട്ട്? എന്റെ അനുഭവോടെ എന്റെ ഫോണോ ഒന്നും തൊട്ടു പോരുത് നീ. മനസ്സിലായി? പിന്നെ ഒരു ദിവസം ഫോണിൽ ആരോട് സംസാരിക്കണുണ്ടായിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ അടുത്ത് പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ ഫോൺ കണ്ടിട്ടില്ല. ആ ഫോണും മാറ്റി പുതിയ നമ്പർ കൊടുത്തു.